നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആൾതോ ദോ എന്ന കൺജങ്ഷനെ കുറിച്ചാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലേബിൾ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൾതോ ദോ എന്ന് പറയുന്നതാണ് കൺജങ്ഷൻസ് ആണ്. എന്താണ് കൺജങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണക്റ്റിംഗ് വേർഡ്സ് ആണ്. എന്തിനെ കണക്ട് ചെയ്യുന്നത്? രണ്ട് വാക്യങ്ങളെ അല്ലെങ്കിൽ രണ്ട് വസ്തുതകളെ അല്ലെങ്കിൽ രണ്ട് പ്രസ്താവനകളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ആൾതോയ്ക്കും തോയ്ക്കും അങ്ങനെ രണ്ട് വാക്യങ്ങളെയോ രണ്ട് വസ്തുതകളെയൊക്കെ കൂട്ടിയോജിപ്പിക്കുവാൻ പറ്റും. ഈ ആൾതോ ദോ എങ്ങനെയുള്ള രണ്ട് വാക്യങ്ങളെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത്? വിരുദ്ധങ്ങളായിട്ടുള്ള അർത്ഥം നൽകുന്ന രണ്ട് വാക്യങ്ങളെയാണ് ആൾതോയും തോയും കൂട്ടിയോജിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് എന്താണ്? ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ്. എന്താ അർത്ഥം? അവൾക്ക് സ്പോർട്സിനോട് അല്ലെങ്കിൽ സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഫോണ്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോണ്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ്, അവൾക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്ത വാക്യം എന്താ പറയുന്നത്? ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ. അവൾ ഒരു മത്സരത്തിലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പം രണ്ട് വാക്യങ്ങളാണ്. ഈ രണ്ട് വാക്യങ്ങളുടെ പ്രത്യേകത എന്താണ് നോക്കുക. ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അവൾക്ക് സ്പോർട്സിനോട് താല്പര്യമാണ്. അങ്ങനെ സ്പോർട്സിനോട് താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ എന്ത് ചെയ്യേണ്ടതാണ്? മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ്. എന്നാൽ ഇവൾ എന്ത് ചെയ്യുന്നില്ല? മത്സരങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ രണ്ട് വാക്യങ്ങളും എന്താണ്? വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ്. ഈ രണ്ട് വാക്യങ്ങളെ നമുക്ക് ഒറ്റ വാക്യമാക്കി പറയണം. അങ്ങനെ അതായത് കൂട്ടിയോജിപ്പിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ദോ ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ്, ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ. ഇവിടെ നമ്മൾ ദോ കൊണ്ട് ഈ രണ്ട് വാക്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചു. എന്താണ്? അപ്പൊ അങ്ങനെ ഒരു അർത്ഥം, ദോ ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ്, അവർക്ക് സ്പോർട്സ് ഇഷ്ടമാണെങ്കിലും ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ, അവൾ ഇതുവരെ ഒരു മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ആൾതോ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കുക, ഈ തോയ്ക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഇവിടെ ആൾതോ ഉപയോഗിച്ചു. അപ്പൊ ആൾതോ ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ്, ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ. ഈ രണ്ട് സെന്റൻസുകൾ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ തോയാണെങ്കിൽ ഇവിടെ ആൾതോ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്. അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണ്? അവൾക്ക് സ്പോർട്സ് ഇഷ്ടമാണെങ്കിലും ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലെന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ദോയും ആൾതോയും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വാക്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റും. ആ രണ്ട് വാക്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള വാക്യങ്ങളായിരിക്കണം? വിരുദ്ധങ്ങളായിട്ടുള്ള വാക്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ വിരുദ്ധങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ നൽകുന്ന വാക്യങ്ങളായിരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദോയ്ക്കും ആൾതോയ്ക്കും ഒരേ അർത്ഥമാണുള്ളത്. എന്താണ് ആ അർത്ഥം? ആണെങ്കിലും, എന്നിരുന്നാലും, എങ്കിലും എന്നൊക്കെയാണ് ദോയുടെയും ആൾതോയുടെയും അർത്ഥം. ഓക്കെ, അപ്പോൾ ദോയുടെയും ആൾതോയുടെയും റോൾ എന്താണ്? ഇങ്ങനെയുള്ള രണ്ട് വസ്തുതകളെ അല്ലെങ്കിൽ രണ്ട് പ്രസ്താവനയെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൾതോയും ദോയും ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്. എന്ത്? ആണെങ്കിലും, എന്നിരുന്നാലും, എങ്കിലും എന്നൊക്കെയാണ് തോയുടെയും ആൾതോയുടെയും അർത്ഥം. ഇതാണ് ഇവ തമ്മിലുള്ള സാമ്യത എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൾതോയും തോയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ആ വ്യത്യാസം? ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ധോ നമുക്ക് എന്തുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ആഡ്വർബായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താ ആഡ്വർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിയാവിശേഷണം. എന്നാൽ ആൾതോ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആൾതോ നമുക്ക് കൺജങ്ഷൻസ് ആയിട്ട് മാത്രമേ നമുക്ക് ആൾതോ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ധോ നമുക്ക് ഒരു വാക്യത്തിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് തുടക്കത്തിൽ ഉപയോഗിക്കാം, രണ്ട് വാക്യങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കാം, ഏറ്റവും അവസാനവും നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ആൾതോയോ തുടക്കത്തിലും രണ്ട് വാക്യങ്ങളുടെ ഇടയ്ക്കുവേ നമുക്ക് ആൾതോ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അവസാനം നമുക്ക് ആൾതോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു സെന്റൻസിന്റെ അവസാനം കൊണ്ടുവന്ന് നമുക്ക് ആൾതോ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്തായിരുന്നു? ആൾതോ കുറച്ചും കൂടെ ഫോമൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ, അങ്ങനെയുള്ള വസ്തുക്കളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൾതോ ഉപയോഗിക്കുന്നത്. എന്നാൽ ധോയോ ഇൻഫോർമൽ ആയിട്ടുള്ള
വസ്തുതകളെ അല്ലെങ്കിൽ പ്രസ്താവനകളെ കൂട്ടിയിപ്പിക്കാൻ വേണ്ടി നമ്മൾ തോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് സെന്റൻസുകളെ നോക്കാം. നോക്കുക. ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ ദോ ഷീ ഈസ് ഫൗണ്ട് ഓഫ് സ്പോർട്സ്. അടുത്ത് നോക്കുക. ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ ആൾദോ ഷീ ഈസ് ഫൗണ്ട് ഓഫ് സ്പോർട്സ്. ഇവിടെ നോക്കുമ്പോൾ ഈ രണ്ട് സെന്റൻസുകൾ വന്നിട്ടുണ്ട്. അതിന്റെ നടുക്ക് എന്ത് വന്നിരിക്കുന്നു? തോയും ആൾദോയും വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, തോയും ആൾദോയും നമുക്ക് എവിടെ ഉപയോഗിക്കാം? തുടക്കത്തിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ രണ്ട് വാക്യങ്ങളുടെ ഇടയിലും നമുക്ക് തോയും ആൾദോയും ഉപയോഗിക്കാം. എന്നാൽ ആൾദോയുടെ പ്രത്യേകത എന്താ? ആൾദോ ഏറ്റവും അവസാനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. തോയോ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആരംഭത്തിൽ ഉപയോഗിക്കാം, നടുക്ക് ഉപയോഗിക്കാം, ഇനി ഏറ്റവും അവസാനം നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ആൾദോ അങ്ങനെ പറ്റുകയില്ല. ആൾദോയ്ക്ക് തുടക്കത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കോ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇതിനെ വ്യക്തമാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ PSCക്ക് തരികയാണെന്ന് വെച്ചു. ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ് ഫുൾ സ്റ്റോപ്പ്. ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ ഡാഷ്. ഇങ്ങനെ വരിക. ഇവിടെ ആൾതോയും തോയാണ് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ എന്ത് വരും? തോ വരുമോ ആൾതോ വരും? അപ്പൊ ഇത് എവിടെയാണ് ബ്ലാങ്ക് വന്നിരിക്കുന്നത്? ഏറ്റവും അവസാനമാണ് വന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം എന്ത് നമ്മൾ ഉപയോഗിക്കാറില്ല? ആൾതോ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? തോയെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് എന്തായിരിക്കും വരിക? തോയായിരിക്കും വരിക. ഇനി ഇവിടെ തോ എന്തായിട്ടായിരിക്കും? ഇങ്ങനെ ഒരു സെന്റൻസ്, ഇങ്ങനെ സെന്റൻസുകളുടെ ഏറ്റവും അവസാനം തോ വന്നു കഴിഞ്ഞാൽ ആ തോ അവിടെ എന്തായിരിക്കും? കൺജങ്ഷൻസ് ആയിരിക്കുമോ അതോ ആഡ്വർബ് ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു തോയ്ക്ക് ഏതിന്റെ റോളും കൂടെ വഹിക്കാൻ പറ്റുമെന്ന്. ആഡ്വർബിന്റെ റോള്, അതായത് ക്രിയാവിശേഷണത്തിന്റെ റോള് വഹിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം തോ വന്നു കഴിഞ്ഞാൽ ആ തോ അവിടുത്തെ എന്തുമായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്ത്? ഇതുപോലെ ഏറ്റവും അവസാനം തോയോ ആൾതോ ഒരു സെന്റൻസ് വന്നിട്ട് ആ സെന്റൻസിന്റെ ഏറ്റവും അവസാനം തോയാണോ ആൾതോയാണോ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തേ വരത്തുള്ളൂ? തോയെ വരത്തുള്ളൂ. അവിടെ ആൾതോ വരില്ല. കാരണം ആൾതോ ഇങ്ങനെ സെന്റൻസുകളുടെ അവസാനം ആൾതോ വരികയില്ല. ഒന്നുകിൽ ആരംഭത്തിൽ വരണം അല്ലെങ്കിൽ നടുക്ക് വരണം. എന്നാൽ തോയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എന്തേ വരത്തുള്ളൂ? തോയെ വരത്തുള്ളൂ. ഇനി ഈ ധോ ഇവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കൺജങ്ഷൻസ് ആയിട്ടല്ല, പകരം എന്തായിട്ടാണ്? ആഡ്വർബ് ആയിട്ടാണ് ഇവിടെ ധോ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഷീ ഈസ് ഫോണ്ട് ഓഫ് സ്പോർട്സ്. ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് എനി കോമ്പറ്റീഷൻ സോ ഫാർ ധോ. ഇവിടെ ധോ എന്ന് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇവിടെ ധോ എന്താണ്? ഓപ്ഷനിൽ കാണും കൺജങ്ഷൻ, ആഡ്വർബ്, അഡ്ജക്റ്റീവ് എന്നൊക്കെ കാണും. നമ്മൾ പെട്ടെന്ന് കൺജങ്ഷൻ എഴുതി വെക്കും. കാരണം ധോയും ആൾതോയും കൺജങ്ഷൻസ് ആണെന്നാണ് നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത്. ശരിയാണ്. പക്ഷെ ധോയ്ക്ക് ഒരു റോളും കൂടെ ഉണ്ട്. ഏത് റോള്? ആഡ്വർബിന്റെ റോള് വഹിക്കാനുള്ള ഇതും കൂടെ ആർക്കുണ്ട്? ധോയ്ക്കുണ്ട്. അങ്ങനെ ആഡ്വർബായിട്ട് വരുമ്പോൾ ധോ എപ്പോഴും എവിടെ ആയിരിക്കും വരിക? ഏറ്റവും അവസാനമായിരിക്കും വരിക. അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആഡ്വർബ് എന്നായിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഇവിടെ ആൾതോയാണോ ധോയാണോ വരിക എന്നുള്ളതാണ്. ആൾതോ ഒരിക്കലും ഏറ്റവും അവസാനം ഉപയോഗിക്കത്തില്ല, ധോയെ ഏറ്റവും അവസാനം ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ആൻസർ ധോയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോണ്ട് ഡാഷ് ഷീസ് ഓഫ് സ്പോർട്സ്. ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ. ഇവിടെ ആൾതോയായിരിക്കുമോ ധോയായിരിക്കും? ഇതാണ് ചോദ്യം. നമ്മൾ നോക്കുമ്പോൾ ഒരു സെന്റൻസിന്റെ തുടക്കമല്ല ഡാഷ് വന്നിരിക്കുന്നത്, സെന്റൻസുകളുടെ ഇടയ്ക്കല്ല ഡാഷ് വന്നിരിക്കുന്നത്, സെന്റൻസുകളുടെ ഏറ്റവും അവസാനമല്ല ഡാഷ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ആൾതോ. ആൾതോ നമുക്ക് പരിഗണിച്ചാൽ ആൾതോ എവിടേക്കേ വരാവൂ? സെന്റൻസിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ സെന്റൻസുകളുടെ ഇടയ്ക്ക് ആൾതോ വരാവും. ഞാൻ നേരത്തെ പറഞ്ഞു ധോ എവിടെ വേണമെങ്കിലും വരാവും. അപ്പൊ ഇവിടെ എന്താ? ഇങ്ങനെ തന്നിട്ട് ഇടയ്ക്ക് ഒരു ഫസ്റ്റ് സെന്റൻസ് തന്നിട്ട് അവന്റെ വാക്കുകൾ ഇടയ്ക്കാണ് ഒരു ബ്ലാങ്ക് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് എന്തായാലും ആൾതോ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ധോ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആൻസർ എന്തായിട്ടേ വരത്തുള്ളൂ? ധോയെ ആൻസറായി വരത്തുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഫോൺ ധോ ഷീ ഈസ് ഓഫ് സ്പോർട്സ്. ഷീ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കോമ്പറ്റീഷൻ സോ ഫാർ എന്നാണ് വരിക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ധോ ആയിരിക്കും. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ധോ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ദ ചീഫ് മിനിസ്റ്റർ ഇഷ്യൂഡ് ദ ഓർഡർ. The officials were not willing to execute it.
ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ചീഫ് മിനിസ്റ്റർ ആ ഓർഡർ ഇഷ്യൂ ചെയ്തെങ്കിലും ഒഫീഷ്യൽസ്, അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് അവരെന്തായിരുന്നല്ല, വേ ആർ നോട്ട് വില്ലിങ്, അവർക്ക് താല്പര്യമില്ലായിരുന്നു, തയ്യാറല്ലായിരുന്നു. എന്തിനാ? ടു എക്സിക്യൂട്ട് ഇറ്റ്, ആ ഓർഡറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് അവിടെ ഉദ്ദേശിക്കും. അപ്പൊ ഇത് രണ്ടും വിരുദ്ധങ്ങളായിട്ടുള്ള വസ്തുതകളാണ് അല്ലെങ്കിൽ പ്രസ്താവനകളാണ്. അങ്ങനെയുള്ളവയെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൾത്തോയും തോയും ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദ്യം, ഇവിടെ ആൾത്തോ വരുമോ തോ വരുമോ? നമുക്ക് പഠിച്ചു വെച്ച് നോക്കുമ്പോൾ ഇവിടെ രണ്ടും വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ പ്രത്യേകം എന്താ നോക്കുക, ദ ചീഫ് മിനിസ്റ്റർ ഇഷ്യൂഡ് ദ ഓർഡർ, ദ ഒഫീഷ്യൽസ് വെർ നോട്ട് വില്ലിംഗ് ടു എക്സിക്യൂട്ട് ഇറ്റ് എന്ന് പറയുമ്പം ഇതെന്താണ്? ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണല്ലോ, ഫോമലായിട്ടുള്ള കാര്യമാണ്. ഇത് ഫോമൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഫോമലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തോയ ആണോ ആൾത്തോയാണോ ഉപയോഗിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആൾത്തോ ഏത് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം? ഫോമലായിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ആയിട്ടുള്ള സംഭവങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആൾത്തോ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. തോ എന്താണ്? ഇൻഫോമലാണ്, അനൗദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഔദ്യോഗികമായതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തേ വരുത്തുള്ളൂ? ആൾത്തോയെ വരുത്തുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഇവിടെ തോ എഴുതിയാലും തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു പരീക്ഷയുമായി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ആ ചോദ്യകർത്ത ഉദ്ദേശിക്കുന്നത് ഈ ഒരു വസ്തുതയാണ്, ഔദ്യോഗികവും അനൗദ്യോഗികവും അല്ലെങ്കിൽ ഫോമലും ഇൻഫോമലും. ആൾതോ ഫോമലാണ്, തോ ഇൻഫോമലാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫോമലായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ആൾതോയാണ് ആൻസറായി വരിക. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ആൾതോയാണ്. അപ്പൊ നമ്മൾ ഈ ആദ്യം പറഞ്ഞ വസ്തുതകൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഏത് തരത്തിൽ ചോദ്യം വന്നാലും നമുക്ക് തെറ്റാതെ ഉത്തരം എഴുതാൻ പറ്റും. അത് ഏതൊക്കെ വസ്തുതകളായിരുന്നു? ആൾതോയും തോയും കൺജങ്ഷൻസ് ആണ്. അവ എങ്ങനെയുള്ള കാര്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? വിരുദ്ധങ്ങളായിട്ടുള്ള രണ്ട് പ്രസ്താവനകളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് ആൾതോയും തോയും ഉപയോഗിക്കുന്നത്. പിന്നെ ആൾതോയുടെയും തോയുടെയും അർത്ഥം എന്താണ്? ആയിരുന്നെങ്കിലും, ആണെങ്കിലും, എങ്കിലും എന്നൊക്കെയാണ് ആൾതോയും തോയുടെയും അർത്ഥം. ഈ ആൾതോയും തോയും നമുക്ക് എവിടേക്ക് ഉപയോഗിക്കാം? ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കാം, നടുക്ക് ഉപയോഗിക്കാം, ആൾതോയും തോയും. എന്നാൽ തോ ഏറ്റവും അവസാനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് തോ ഒരു സെന്റൻസിന്റെ ഏത് ഭാഗത്തും നമുക്ക് തോ ഉപയോഗിക്കാം. എന്നാൽ ആൾതോ അങ്ങനെ ഏത് ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആൾതോയെ നമുക്ക് എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? തുടക്കത്തിലും അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളുടെ ഇടയ്ക്ക് മാത്രമേ ആൾത്തോ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു സെന്റൻസിന്റെ അവസാനം തോ വരികയാണെങ്കിൽ ആ തോ അവിടെ എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, തോയ്ക്ക് എന്തുമായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും? ആഡ്വർബായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആൾത്തോയും തോയും തമ്മിലുള്ള ഒരു അടുത്ത വ്യത്യാസം എന്തായിരുന്നു? നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞ വ്യത്യാസം എന്തായിരുന്നു? ആൾത്തോ ഫോമലാണ്, തോ ഇൻഫോമലാണ്. അപ്പം ഫോമലായിട്ടുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ കൂട്ടിയേപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ആൾതോയെ ഉപയോഗിക്കാവൂ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് എന്ത്? ആൾതോ ദ ചീഫ് മിനിസ്റ്റർ ഇഷ്യൂഡ് ദ ഓർഡർ, ദ ഒഫീഷ്യൽസ് വെർ നോട്ട് വില്ലിംഗ് ടു എക്സിക്യൂട്ട് ഇറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഫോമലായിട്ടുള്ള കാര്യം വരുമ്പോൾ ആൾതോയും, ഇൻഫോമലായിട്ടുള്ള കാര്യം വരുമ്പോൾ തോയുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൾതോയും തോയുമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. നമസ്കാരം, എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ചെങ്ങന്നൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ PSC പരീക്ഷകൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്. ആ സമയത്താണ് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുന്നതിനെ പറ്റി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്ത് ഇംഗ്ലീഷ് ഓൺലൈൻ കോച്ചിങ്ങിനെ പറ്റി ഇങ്ങനെ കേട്ടത്. ഞാൻ രഞ്ജിത്ത് സാറിനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു 3 months ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 3 months കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം ഗുണം ചെയ്തു. അദ്ദേഹം ഗ്രാമർ സബ്ജക്റ്റുകളെല്ലാം അദ്ദേഹം ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയും ബാക്കി വൊക്കാബുലറി പോലുള്ള സബ്ജക്റ്റുകൾ അദ്ദേഹം PDF രൂപത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെയും SCRT-യുടെയും ടോപ്പിക്സ് വെച്ചിട്ട് അദ്ദേഹം വൊക്കാബുലറി നമുക്ക് PDF ആയിട്ട് അയച്ചു തരികയും ചെയ്തു. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറയുകയും അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ അദ്ദേഹത്തിനോട് മെസ്സേജ് ചെയ്യാൻ നമ്മുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റും. അതൊക്കെ അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെ ഒരു 3 മാസത്തെ ഇൻട്രാക്ഷനോടുകൂടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. എനിക്ക് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് ഇംഗ്ലീഷ് കോച്ചിങ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു. സുജേഷാണ്, കണ്ണൂരിൽ നിന്നാണ്.
സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാറ് ക്ലാസ് എടുത്ത് തന്നത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.